നിങ്ങൾ പറയട്ടെ. അള്ളാഹു തോന്നിക്കുകയാണ്. ഇനി ആ കർണാടക യാത്രക്കാർ ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് അത് തന്നെ യാ റബ്ബ് യാ റബ്ബ്. ആ കർണാടക യാത്ര കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നാട്ടിലൊക്കെ നിങ്ങൾ ആലോചിച്ചു നോക്കണം. ഇങ്ങനെയുള്ള സംസാരങ്ങൾ ഇവിടെ നേതാക്കന്മാരുടെ നാട്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഉസ്താദിന്റെ വാക്ക് പേര് പറഞ്ഞാൽ പോലും നാട് പറഞ്ഞാൽ പോലും അത് പുണ്യമുള്ളൊരു വിഷയമാണ് എന്ന് പറഞ്ഞ് മനുഷ്യൻ നന്മകൾ ചെയ്യേണ്ടതിന് പകരം നമ്മളെ ബ്രെയിനൊക്കെ ബ്രെയിൻ വാഷ് ചെയ്ത് എവിടൊക്കെയോ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പറയണില്ല. നിങ്ങൾക്കറിയോ, റൗളേന്ന് റസൂലുള്ളാഹിന്റെ കൈ വന്നു എന്നതിന് പകരം കാന്തപുരത്തിന്റെ കൈ വന്നു എന്ന് പ്രസംഗിച്ചൊരു മനുഷ്യന്റെ നമ്മളാരും മറന്നിട്ടില്ല. ഞാനൊന്നും കേൾപ്പിക്കണില്ല. ഇവിടെ പരിശുദ്ധമായ റൗളയുടെ ഉള്ളിൽ നിന്ന് കാന്തപുരത്തിന്റെ കൈ വന്നു, ആ കൈ ചുംബിച്ചു എന്ന് പറഞ്ഞ സാക്ഷാൽ മഞ്ചേരിക്കാരൻ തോഹർ സഖാഫി, ആ മനുഷ്യൻ അടുത്ത കാലത്ത് ഇവിടെ പ്രസംഗം നടത്തി. ഇൻഷാ അല്ലാഹ് അതൊക്കെ ഇനി വലിയ വിവാദമാകാൻ പോവാണ്. ഞാനതൊന്നും വിശദീകരിക്കണില്ല. ഞങ്ങള് സ്വബൂറോട് കൂടെ അതൊന്ന് കേൾക്കി. വേറെ ഞാൻ പറഞ്ഞില്ല, നമ്മളത് നിർവചനം ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ അത് ശരിക്കും ഒന്ന് കേൾക്കി. കള്ളുകൂടി വർദ്ധിക്കുമെന്ന് റസൂൽ പറഞ്ഞതല്ലേ? അപ്പൊ റസൂലുള്ളാഹിനെ വിജയിക്കേണ്ട അർത്ഥമല്ലോ. ഇവിടെ നമ്മുടെ യൂണിറ്റിലും ഒരു കള്ളുഷാപ്പ് തുറന്നേ പറ്റുള്ളൂ. വർദ്ധിച്ചു കാണിച്ചു കൊടുക്കണ്ടേ? റസൂലുള്ളാഹിന്റെ പ്രഖ്യാപനം, ആ പ്രവചനം പരാജയപ്പെട്ടു പോകാൻ പാടില്ല. എന്റെ കൂട്ടുകാരോട് ഞാൻ പറയട്ടെ, എന്താണ് ഇസ്ലാം അല്ലെങ്കിൽ മതം റബ്ബ് നമ്മോട് കൽപ്പിക്കുന്നത്? മതം എന്താണ് നമ്മോട് കൽപ്പിക്കുന്നത്, ഇസ്ലാം എന്താണ് നമ്മോട് കൽപ്പിക്കുന്നത്? തോഹർ സഖാഫി പറയട്ടെ. നമ്മോട് പറയുന്നത് നമുക്ക് ആവശ്യമുള്ളത് മാത്രമാണ്, നമുക്ക് ഗുണമുള്ളത് മാത്രമാണ്, നമുക്ക് ഉപകാരമുള്ളത് മാത്രമാണ്, നമുക്ക് ഇഷ്ടമുള്ളത് മാത്രമാണ്, നമ്മുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചത് മാത്രമാണ്. ഉദാഹരണത്തിന് പറയട്ടെ, മദ്യപാനം. രാജ്യത്തെ വലിയൊരു ജനവിഭാഗം ഇഷ്ടപ്പെടുന്നു മദ്യപാനത്തെ. അതുകൊണ്ട് തന്നെ പടച്ച റബ്ബ് മദ്യപാനത്തെ ഒരിക്കലും എതിർക്കുകയില്ല. എതിർക്കേണ്ടതില്ല, എതിർക്കാൻ റബ്ബിനാവില്ല. കാരണം റബ്ബ് നമ്മളെ സ്നേഹിക്കുന്നു. സ്നേഹമുള്ള റബ്ബ് മദ്യപിക്കരുതെന്ന് പറയില്ല. പടച്ച റബ്ബിന്റെ ശൈലി അതല്ല. മറിച്ച് പടച്ച റബ്ബ് നമുക്ക് ആവശ്യമുള്ളതൊക്കെ അനുവദിച്ചു നൽകുകയാണ്. ഇപ്പോ പ്രസംഗം റൂട്ടിലേക്ക് കയറുന്നുണ്ട്. റൂട്ട് കയറിയിട്ട് ഒഴുത്തിയറിയങ്ങള് ഇവിടെ നിൽക്കുന്ന കൂട്ടുകാർക്കൊക്കെ പ്രസംഗം ശ്രദ്ധിക്കാം. കാരണം റബ്ബിന് നിങ്ങൾക്ക് അനുകൂലമായി പറയുന്നതും ഉണ്ട്. അത് ഉസ്താദുമാരൊക്കെ പലപ്പോഴും പറയാത്തതാണ്. അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ സ്വാഭാവികമായും അടുത്ത് വരാമല്ലോ. നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്ന റബ്ബ് മദ്യപിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. റബ്ബ് മദ്യപിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല, പറയില്ല. റബ്ബിനതിനാവില്ല. കാരണം റബ്ബ് നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ ഇഷ്ടങ്ങൾക്കെതിരെ നിൽക്കാൻ സ്നേഹിക്കുന്ന റബ്ബിനൊരിക്കലും ആവില്ല. ഓർത്തു നോക്കൂ, നിങ്ങളൊരു കുട്ടിയെ സ്നേഹിക്കുകയാണ്. ആ സ്നേഹിക്കുന്ന കുട്ടിയുടെ താല്പര്യങ്ങളൊക്കെ നിങ്ങൾ പരിഗണിക്കും. നിങ്ങൾ കാണുന്നതൊക്കെ ആ കുട്ടി ആവശ്യപ്പെട്ടാൽ ചെയ്തു കൊടുക്കും. റബ്ബിന് ചെയ്യാൻ കഴിയാത്തതൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യപ്പെടുന്നതൊന്നും ചെയ്യാൻ റബ്ബ് അനുവദിക്കാതിരിക്കുന്ന പ്രശ്നമില്ല. റബ്ബ് പറഞ്ഞിരിക്കുന്നത് മദ്യപിക്കണമെന്നാണ്. മദ്യപിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മതത്തിന്റെ കൂടെ നിൽക്കാൻ മദ്യപിച്ചു പോയ അനുജന്മാരെ നിങ്ങൾക്ക് കഴിയില്ലേ? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. നാം മദ്യപിക്കണമെന്ന് പറഞ്ഞ റബ്ബിന്റെ കൂടെ നിൽക്കാൻ പഠിക്കുക. എന്താണ് ഞാൻ പറയുന്നത്? കാരണന്മാർക്ക് വേണ്ടി മുന്നിൽ സീറ്റ് ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. അവരെന്നോട് ദേഷ്യപ്പെടാക്കി ഞാൻ ഉള്ളത് തന്നെയാ പറയുന്നത്, അലങ്കാരത്തിന് പറയുന്നതൊന്നുമല്ല. റബ്ബ് തീർച്ചയായും പറഞ്ഞിരിക്കുന്നത് മദ്യപിക്കണമെന്നാണ്. അതുകൊണ്ടാണ് ജനങ്ങൾക്കതിൽ താല്പര്യമുണ്ടാകുന്നത്. ജനങ്ങൾക്ക് താല്പര്യമുള്ള ഒരു വിഷയത്തെ എതിർക്കാൻ റബ്ബ് ഒരിക്കലും വരില്ല. കണ്ടങ്ങള് ബാക്കി ഞാൻ കേൾപ്പിക്കണില്ല. നിങ്ങൾക്ക് എന്താ തോന്നുന്നുണ്ടോ? എന്താ സംഗതി അറിയങ്ങള്? ഇതിന്റെ പേരാണ് കുരുത്തക്കേട്. ഇങ്ങനെ മനുഷ്യൻ കേട്ടുകേൾവിയില്ലാത്ത അന്തം വിട്ടുപോകുന്ന വിഷയങ്ങൾ സ്വന്തം നാവിൽ നിന്ന് വരുന്നത് പോലും ഇവർ അറിയാത്തൊരവസ്ഥയിലേക്കാണ് ഇന്ന് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്.